ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണോ? ഇവിടെ കണ്ടോ, ഇവിടെ ഭയങ്കര ചൂടാണ്. നല്ല ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഒരു 43°C ഉണ്ട് ഇപ്പം ഞാൻ നോക്കുമ്പോൾ, വെതർ നോക്കുമ്പോൾ കേട്ടോ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും മരങ്ങളും ഇത്രയും കുന്നൊക്കെ ഉണ്ടായിട്ട് ഇവിടെ എന്താ ഇത്ര ചൂടെന്ന് കേട്ടോ. അപ്പോൾ ഒരാഴ്ച മുമ്പ് നല്ല മഴയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്ന പറയുക, അപ്പോൾ ഈ ട്രാക്ടർ ഉപയോഗിച്ച് ഇവിടെ എല്ലാം ഉഴുതിട്ട് അവരവിടെ വിത്ത് വിതച്ചു. ഇപ്പോൾ ഈ വിത്തൊക്കെ നല്ല കരിഞ്ഞ് കിടക്കുവാണെങ്കിൽ എന്ത് ചെയ്യുമെന്നോ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. നല്ല ചൂട്. ഞങ്ങൾ ഫാനിൻ്റെ മൂട്ടിലോ കൂളറിൻ്റെ മൂട്ടിലും അല്ലാതെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വിയർത്ത ഒരു പരുവാവേ, അത്രയ്ക്കൊരു ചൂടാണ്. അപ്പോൾ ഞാനിങ്ങനെ നിന്നപ്പോൾ എൻ്റെ മോൻ വന്ന് എൻ്റെ അടുത്ത് പറയുവാണ് അവന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. നല്ല ചൂടാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പോവാറേ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഡ്രാഗൺ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഷേക്കോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഈ ചൂടത്ത് ഒരു അങ്ങനെ പിന്നെ ഞാൻ ഡ്രാഗൺ എടുത്തു. അപ്പോൾ ഡ്രാഗൺ എടുത്തിട്ടുണ്ട്. അപ്പം പിങ്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയിട്ട് വരുന്നത് വരെ ഞാനിത് നമ്മളെ ഈ കത്തി കൊണ്ടാണ് ഇതിനെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പറഞ്ഞായിരുന്നു ഇതിങ്ങനെ ചെത്തേണ്ട ആവശ്യമില്ല, നമുക്കിങ്ങനെ ഇത് വിരിച്ചെടുക്കാം പെട്ടെന്ന് ഈസി ആയിട്ട്. അപ്പോൾ അതിനകത്ത് മാംസമൊന്നും പോകത്തുമില്ല, നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്കതിനെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. അങ്ങനെ പൊളിച്ചെടുത്തു. അപ്പോൾ ഇത് ഒരാൾ ഗിഫ്റ്റ് തന്നതാട്ടോ, ഒരു 4-5 ഡ്രാഗൺ ഫ്രൂട്ട്സ്. നല്ല വില, ഇവിടെ ഭയങ്കര വിലയാണ്. അപ്പം ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ ഇതിങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഹെൽത്തിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മളെ ഇമ്മ്യൂണിറ്റിയൊക്കെ നല്ല ഇമ്പ്രൂവ് ചെയ്യും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മളെ ഹാർട്ടിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷന് അതൊക്കെ ഒരുപാട് ബെനിഫിറ്റുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ ഈ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് പ്രത്യേകിച്ച് മധുരമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഇതിനെ ഒന്ന് ഷേക്ക് അടിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിനെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിനകത്ത് കുറച്ച് വേണമെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ബദാമും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഞാൻ തണുപ്പിച്ച് വെച്ചിരുന്ന പാലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മധുരം ചേർത്താൽ മതി. ഞാൻ പിന്നെ കുറച്ച് മധുരം കൂടി ചേർത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുത്ത ശേഷം ഇത് പെട്ടെന്ന് തന്നെ അതായിക്കോളും. അപ്പോൾ അടിച്ചെടുത്ത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് വയ്ക്കാം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ മധുരം ഇട്ടില്ലെങ്കിൽ മധുരം കാണില്ലെങ്കിൽ നല്ല ടേസ്റ്റ്. നമുക്കിപ്പോൾ വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇത് ഹണിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് നമ്മുടെ നാട്ടിലൊക്കെ ഇച്ചിരി വില കുറവായിരിക്കും. ഞങ്ങൾ നിൽക്കുന്ന ട്രിവാൻഡ്രത്ത് അവിടെ കുറച്ച് വില കുറവാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡോട് ചോദിക്കും കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് പോകാനായിട്ട് ഇറങ്ങി. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ടാറ്റ പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എന്നെ കോക്കറി കാണിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നാട്ടിൽ മഴയാണെന്നാണ് വീട്ടിൽ വിളിക്കുമ്പോൾ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ടാറ്റ ചുമ്മാ ഇറങ്ങി തന്നിട്ട് ആൾ പോയി. പിന്നെ ഇനിയിപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.